Hello, my dear beautiful boys and beautiful girls. Everybody happy? I'm here, Joby Wailingal. ഇന്ന് സാധാരണ നമ്മുടെ നാട്ടിൽ വളരെയധികം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ ദിവസവും കഴിയുന്നതോറും ചൂട് നമുക്ക് സംഭവിക്കുന്ന മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സൂര്യൻ്റെ പ്രകാശമേറ്റ് നമ്മുടെ സ്കിന്നിൽ കയ്യിലാണെങ്കിലും ശരി അല്ലെങ്കിൽ മുഖത്തിലാണെങ്കിലും ശരി വളരെയധികം നിറം മങ്ങുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ ഉണ്ടാകുന്ന നിറം മങ്ങുന്നതിന് പൂർണ്ണമായിട്ടും നമുക്ക് ഒരു തരത്തിലും സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സിമ്പിൾ റെമഡിയാണ്. എന്നാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ ജോബി വയലിംഗൽ. അല്ല ഫ്രണ്ട്സ്, അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നുമില്ല, നമ്മുടെ കറ്റാർ വാഴ, അതായത് ആലുവേര. നമുക്ക് അതിൻ്റെ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ സ്കിന്ന് ഒന്ന് കളയാം. സ്കിന്നി കളഞ്ഞ ശേഷം നമുക്ക് ഇതിന് ജെല്ല് മാത്രമായിട്ട് എടുക്കാം. ഇനി വേണ്ട നെക്സ്റ്റ് സാധനം നമ്മുടെ ബീറ്റ്റൂട്ടാണ്. ഒരു ബീറ്റ്റൂട്ടിൻ്റെ കുറച്ച് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ തൊലി ഒന്ന് കളയണം. തൊലി ശരിക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇത്രയും ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബീറ്റ്റൂട്ടിൻ്റെ. അതിനുശേഷം ചെറുതായിട്ട് ഇതൊന്ന് സ്ലൈസ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഈ ആലുവേര ജെല്ലും നമുക്ക് ഒന്ന് സ്ലൈസ് ചെയ്യാം. ബീറ്റ്റൂട്ടിൻ്റെ ഇപ്പം തന്നെ ഉള്ള ആ കളറ് ഇതിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള കളറാണ്. നമുക്ക് ഒരു തരത്തിന് ശരീരത്തിന് ഒരു ദോഷമില്ല ഈ കളറുകൊണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ഈ ആലുവേരയും അതോടൊപ്പം തന്നെ ഈ ബീറ്റ്റൂട്ടിലൂടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് സാധാരണ നമ്മുടെ ചോറാണ്. ഒരല്പം ചോറ് നമുക്ക് എടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചോറ്, സാധാരണ ചോറ്. അത് കുത്തിരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല, ചാക്കരിയുടെ ആണെങ്കിലും കുഴപ്പമില്ല. അതായത് ചുവന്ന ചോറോ വെള്ളച്ചോറാണെങ്കിലും കുഴപ്പമില്ല. എന്താണെങ്കിലും ഇത്രത്തോളം ചോറ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് അടച്ച ശേഷം മിക്സിയിലിട്ട് ശരിക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടും. നല്ല ഒരു പേസ്റ്റായിട്ട് കിട്ടും. നല്ല റെഡ് കളറോട് കൂടിയ ഒരു ഉഗ്രം പേസ്റ്റായിട്ട്. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മൾ അരയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് വെള്ളമോ മറ്റൊന്നും ഒഴിക്കാൻ പാടില്ല. നോർമലായിട്ടുള്ള ആലുവേര ജെല്ലും അതോടൊപ്പം തന്നെ നമ്മുടെ ചോറും. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. ഇതുപോലെ നല്ല ഒരു പേസ്റ്റായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ പേസ്റ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇനി ഉപയോഗിക്കാം. സാധാരണ നമ്മുടെ നാട്ടിൽ ചൂട് കൂടി കഴിയുമ്പോൾ സാധാരണ നമ്മുടെ കൈകളിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസിലേക്കാണ് ഏറ്റവും കൂടുതലായിട്ട് കളർ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് നമ്മുടെ ഫേസിലും അതോടൊപ്പം തന്നെ നമ്മുടെ കൈകളിലും നമ്മുടെ ബോഡിയുടെ ഏത് പോർഷനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള അവിടങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ ഒരു അല്പം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലെമൺ, ലൈം ഓർ ലെമൺ നമുക്ക് എടുക്കാം. അതിനുശേഷം ഇതുപോലെ പകുതി ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്യുക. സ്ക്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള നീര് ശരിക്കും ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി വരും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാരങ്ങയുടെ കുരുവും വരും. അതിനുശേഷം നമുക്ക് ഈ ഒരു പഞ്ചസാരയിലേക്ക് മുക്കാം. മുക്കിയ ശേഷം നമുക്ക് എവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് അവിടെ ഇതുപോലെ സാവധാനം നമുക്ക് ഈ ലെമൺ അല്ലെങ്കിൽ നാരങ്ങ ഉപയോഗിച്ച് ശരിക്ക് ഒന്ന് മസാജ് ചെയ്യുക. സാവധാനം മസാജ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ ഈ ലെമൻ്റെ അകത്ത് ഇറങ്ങിയ സിട്രിക് ആസിഡും അതോടൊപ്പം തന്നെ പഞ്ചസാരയും നല്ലൊരു സ്ക്രബ്ബറാണ്. അതോടൊപ്പം തന്നെ ഇത് രണ്ടും നമ്മുടെ സ്കിന്നിലേക്ക് ഡീപ്ലി ഇറങ്ങി ചേർന്ന ശേഷം ശരിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ ഇതുപോലെ ശരിക്ക് ഒന്ന് മസാജ് ചെയ്യുക. ഒരു 3 to 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്ന് സാവധാനം മസാജ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെയുള്ള എല്ലാ നോർമലായിട്ടുള്ള പലതരത്തിലുള്ള പൊടി ഒക്കെ കാണുമല്ലോ സാധാരണ യാത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ പൊടിയെല്ലാം ഒന്ന് മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും ഡീപ്ലി നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്ത ശേഷം ഇനി നമുക്ക് ഇത് തൂത്ത് തുടച്ച് കളയുക ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് ഇതേവിടെ തന്നെ ഇരിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് ഡയറക്റ്റായിട്ട് തന്നെ കയ്യിൽ അതല്ലെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, സാവധാനം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതുപോലെ ശരിക്ക് കയ്യിൽ അതല്ല എങ്കിൽ നിങ്ങളുടെ മുഖത്ത് ശരിക്കും അപ്ലൈ ചെയ്യുക.
അതിനുശേഷം ഒരു അരമണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. ഓക്കെ, അരമണിക്കൂർ. അതായത് ഇതെല്ലാം നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ മുഖത്തെല്ലാം സ്കിന്നിലേക്ക് നല്ല സെറ്റായി വരണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത്. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. നമ്മൾ വാഷ് ചെയ്യണം. സത്യം പറഞ്ഞാൽ വാഷ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ലൈവായിട്ട് റിസൾട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇതാ ഈ ഒരു പേപ്പർ ഉപയോഗിച്ച് തന്നെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ശരിക്കും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ വ്യത്യാസം. നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് അരമണിക്കൂർ കൊണ്ട് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു റിസൾട്ട് ആണെങ്കിൽ നിങ്ങൾ ഒരാഴ്ചയിൽ 4-5 തവണ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് റിപ്പീറ്റ് ചെയ്യാവുന്നുള്ളൂ. 100% ഒരു തരത്തിലും സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമ്മുടെ ഫേസിലും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ബോഡി പോർഷനിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസം നിങ്ങൾ തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലും എവിടെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള അവിടങ്ങളിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത ശേഷം 100% ഒരു തരത്തിലും സൈഡ് എഫക്റ്റ് ഇല്ലാതെ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി അല്ലെങ്കിൽ അതുവരേക്കും ഷോപ്പ്. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.